ഇറ്റ്സ് മീ സബിത ജാൾസ് ഫ്രം പൂത്തുരൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് പ്യുവർ കോട്ടണിൽ തന്നെ 40s by 40s ആയിട്ടുള്ള കോട്ടണിൽ വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 95 റുപ്പീസ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത് വന്നിരിക്കുന്നത്. 40s by 40s എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ഇത് നൈറ്റി ഫാബ്രിക് തന്നെയാണ്. ഇത് വെച്ചിട്ട് ഞാൻ കുർത്തിയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഇതിനു മുമ്പത്തെ നിങ്ങൾ എന്റെ വീഡിയോ നോക്കിയാൽ മതി. ഈ നൈറ്റി ഫാബ്രിക് എന്ന് പറഞ്ഞു വരുന്നതെല്ലാം തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് കുർത്തിയോ അല്ലെങ്കിൽ എന്താ പറയുക സൽവാറിന്റെ ടോപ്പൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നൈറ്റി മാത്രമല്ല, ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഇപ്പൊ വർക്ക് വെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്, അതാണ് നമ്മളിത് നൈറ്റിക്ക് യൂസ് ചെയ്യാന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നത്. ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ്, ഡാർക്ക് പീച്ച് കളറാണ്. ബാത്തിക് സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണ് പോകുന്നത്. ഇതിനകത്ത് തന്നെ വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ പോകുന്നുണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട് ഈ ബോർഡർ പോകുന്നത്. ഇതിങ്ങനെ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ഇതിന്റെ ഡിസൈൻസ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. നമുക്ക് ഹോട്ട് സീസണൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് കൂടുതൽ ഡിമാൻഡ് ഈ കോട്ടൺ ഫാബ്രിക്കിന് തന്നെയാണല്ലോ. അപ്പോൾ നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വീട്ടിലൊക്കെ ഡ്രസ് ചെയ്യാം, അങ്ങനത്തെ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ തന്നെ 3 കളേഴ്സും കൂടെ അവൈലബിൾ ആ. മൊത്തം 4 കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലാണ്. ഗ്രീനിൽ തന്നെ ഡിഫറെന്റ് ടോൺസ് ഉണ്ടല്ലോ, അതിലൊരു ടോണിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് വന്നിരിക്കുന്നത് സെയിം ഒരു ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിന്റിലേക്കാണ് പോകുന്നത്. എല്ലാം സ്ക്രീൻ പ്രിന്റ് ആണ് കേട്ടോ. ഇതിന്റെയും വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട സെയിം ഡിസൈൻ തന്നെ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. 44 ഇഞ്ച് വിട്ടിൽ 95 റുപ്പീസ് മാത്രമാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ കാണുന്നത് പിങ്ക് കളറിലേക്കാണ് പോകുന്നത്. പിങ്കിനകത്ത് തന്നെ സെയിം പ്രിന്റ് തന്നെ, നമ്മൾ ഇത്ര നേരം കണ്ട സെയിം പ്രിന്റ് തന്നെ. ഞാനിത് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ഡിസൈൻസ് കാണാൻ കഴിയുന്നുണ്ടല്ലോ. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിന്റെയും വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ പോകുന്നുണ്ട്. 95 റുപ്പീസ് 44 ഇഞ്ച് വിട്ടിലാണ് ഫാബ്രിക് വരുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. സെയിം പ്രിന്റ് തന്നെ, സ്ക്രീൻ പ്രിന്റ് തന്നെ. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഇത് വന്നിരിക്കുന്നതും അതേപോലെ തന്നെയാണ്, അതേ ഡിസൈനിൽ തന്നെ. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 95 റുപ്പീസിൽ. ഇപ്പൊ ഇത് നമ്മൾ കോട്ടൺ എന്താ പറയാ നൈറ്റി ഫാബ്രിക് വെക്കുമ്പോൾ ഈ ശരിക്കും ഒരു റോ കോട്ടന്റെ ഫിനിഷിലേക്കാണ് വരുന്നത്. ക്യാമ്പ്രിക് അല്ല, കുറച്ച് കോട്ടൺ ആണെന്ന് എല്ലാവർക്കും തോന്നാവുന്ന തരത്തിലുള്ള, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കോട്ടൺ ആണ് അങ്ങനെ തോന്നുന്ന ഒരു തരത്തിലുള്ള ഫാബ്രിക് തന്നെയാണ്. ക്യാമ്പ്രിക് ആകുമ്പോഴാണ് കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് ഷൈനിങ് ഫിനിഷിൽ ഇത് വരുന്നത്. 95 റുപ്പീസ് 44 ഇഞ്ച് വിഡ്ത്തിൽ. അപ്പൊ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മാത്രം വാട്സാപ്പ് ചെയ്യണേ. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.